കാർത്തിക ദീപങ്ങൾ കഥ പറയുന്ന തിരുവണ്ണാമലൈ അരുണാചലേശ്വർ കോവിൽ ഭൂമിയിലെ തന്നെ ഏറ്റവും പുണ്യമായ സ്ഥലങ്ങളിൽ ഒന്നായി കരുതപ്പെടുന്ന ഇടം. ചോള രാജാക്കന്മാരാൽ നിർമ്മിക്കപ്പെട്ടു എന്ന് കരുതുന്ന ഈ ക്ഷേത്രം ഭാരതത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. ഭൂമിയിൽ വെളിച്ചം കൊണ്ടുവന്ന ക്ഷേത്രവും ശിവഭഗവാൻ അഗ്നിഗോളമായി അണ്ണാമലൈ കുന്നുകളിൽ പ്രത്യക്ഷനായി എന്ന് കരുതപ്പെടുന്ന പുണ്യസ്ഥലവും കൂടിയാണ് ഇത്. നമ്മുടെ യാത്ര തിരുവണ്ണാമലൈ അരുണാചലേശ്വരനെ കാണുവാനായിട്ടാണ്. നമ്മളീ കാണുന്നത് തിരുവണ്ണാമലൈ കോവിലിൻ്റെ കിഴക്ക് ഗോപുരമാണ്. അതിനു മുൻപിലായിട്ടാണ് ഈ ഒരു തെരുവ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നമുക്ക് 4ഓളം തേരുകൾ കാണാം. ഇതേ സ്ഥലത്ത് ഭൂതനാരായണ പെരുമാൾ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത്. ഭൂതനാരായണ പെരുമാളിനെ വണങ്ങിയ ശേഷമാണ് നമ്മൾ അണ്ണാമലൈ തിരുക്കോവിൽ സന്ദർശിക്കേണ്ടത്. കാർത്തിക ദീപം തിരുവണ്ണാമലൈ കോവിലിൻ്റെ ഉത്സവമാണ്. 2 ആഴ്ചയോളമാണ് ഉത്സവ ദിനങ്ങൾ. കാർത്തിക ദീപത്തോട് അനുബന്ധിച്ചുള്ള ദിവസങ്ങളിൽ നല്ല തിരക്ക് അനുഭവപ്പെടും ഇവിടെ. നമ്മളീ പോകുന്നത് കിഴക്ക് ഗോപുരം എത്തിച്ചേരുന്ന വഴിയാണ്. കോവിലിന് മുൻപിലായിട്ട് കർപ്പൂരദീപം എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ കർപ്പൂരദീപം വണങ്ങിയാണ് കോവിലിനകത്തേക്ക് പ്രവേശിക്കുന്നത്. ഉള്ളിലെത്തിയാൽ നമുക്ക് ഇടത്ത് ഭാഗത്തായിട്ട് മുരുകൻ കോവിൽ കാണാം. ഇവിടെ മുരുകനെ വണങ്ങി നമ്മൾ അടുത്തത് കാണാൻ പോകുന്നത് ശിവഗംഗൈ തീർത്ഥമാണ്. ഈ കാണുന്നതാണ് ശിവഗംഗൈ തീർത്ഥം. ഇവിടെയുള്ള വിനായക ക്ഷേത്രത്തിലും വണങ്ങി നമ്മൾ മുൻപോട്ടേക്ക് പോവുകയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് 217 അടിയുള്ള ക്ഷേത്രത്തിലെ ഗോപുരം. ഇന്ത്യയിലെ ക്ഷേത്രങ്ങളിൽ ഉയരത്തിൽ 2ാം സ്ഥാനമാണ് ഈ ഗോപുരത്തിന്. അത് കഴിഞ്ഞ് മുൻപോട്ടേക്ക് വരുമ്പോഴുള്ളതാണ് പെരിയ നന്ദി. നമ്മൾ അവിടെയും വണങ്ങി. ഈ ക്ഷേത്രത്തിൽ 9 ഗോപുരങ്ങളാണുള്ളത്. കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് 4 ഗോപുരങ്ങൾ. കിഴക്ക് ഗോപുരം വഴിയാണ് നമ്മൾ വരുന്നത്. വള്ളാള മഹാരാജേശ്വര ഗോപുരം, തേയ്പ്പുറവി മണ്ഡപം, കിളിഗോപുരം ഇതെല്ലാം കടന്ന് ഉള്ളിൽ വന്നാൽ അരുണാചലേശ്വരനെ കാണാം. ഗോപുരം പോലെ തന്നെ കാണാൻ അഴകാണ് ഉൾവശവും. കൊത്തുപണികൾ കൊണ്ട് നിറഞ്ഞ കരിങ്കൽ തൂണുകളും ശില്പങ്ങളും എല്ലാം കാണാം ഉൾവശത്ത്. മനോഹരമായ ഒരു മലയുടെ അടിവാരത്തിലാണിത് സ്ഥിതി ചെയ്യുന്നത്. ചുറ്റും മലകളും ശാന്തമായ അന്തരീക്ഷവും നമ്മുടെ മനസ്സിനും ശരീരത്തിനും കുളിർമ നൽകുന്നു. നമ്മൾ ഈ കാണുന്ന മണ്ഡപത്തിൽ നിന്നും നല്ല പോലെ നമുക്ക് മഹാദീപത്തെ ദർശിക്കാം. അടുത്തായിട്ട് നമ്മൾ കാണുന്നത് ക്ഷേത്രത്തിന് അടുത്തായിട്ടുള്ള പിടാരിയമ്മൻ സന്നിധിയാണ്. ഇവിടുത്തെ പ്രതിഷ്ഠ കാളിദേവിയാണ്. നമ്മൾ ഈ കാണുന്നത് വില്ലുമരമാണ്. അതിന് പുറകിലായി നമ്മൾ കാണുന്നത് ചിദംബരേശ്വർ കോവിലാണ്. ചിദംബരേശ്വർ കോവിലിനടുത്തായിട്ട് ഏകാംബരേശ്വർ ജംബുലിംഗേശ്വർ പ്രതിഷ്ഠയും ഇവിടെയുണ്ട്. നമ്മൾ പ്രധാന കോവിലിൻ്റെ അടുത്തെത്തി. അതിന് അടുത്തായിട്ട് കാണുന്നതാണ് ആയിരങ്കാൽ മണ്ഡപം.
വിജയനഗര രാജാക്കന്മാരാണ് ഇത് നിർമ്മിക്കപ്പെട്ടത്. ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ് ഇത്. ഇവിടെയാണ് പാതാളലിംഗം സ്ഥിതി ചെയ്യുന്നത്. രമണ മഹർഷി 20-ാം നൂറ്റാണ്ടിൽ തിരുവണ്ണാമലയിൽ വസിച്ചുവെന്ന് കരുതപ്പെടുന്നു. തിരുവണ്ണാമല എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് ഇവിടുത്തെ ഈ ഒരു ഗോപുരങ്ങളാണ്. നമ്മുടെ പൂർവികരുടെ വാസ്തുവിദ്യയിലുള്ള വൈദഗ്ധ്യം വിളിച്ചോതുന്ന ഒന്നാണ് ഇവിടുത്തെ നിർമ്മിതികൾ. കോവിലിലെ ദേവന്മാരെ പല്ലക്കിൽ കൊണ്ടുപോകുന്നതാണ് നമ്മൾ ഈ കാണുന്നത്. അവർ മന്ത്രോച്ചാരണത്തോടു കൂടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. തിരുവണ്ണാമലയുടെ വിശേഷ ദിവസങ്ങളും ഐതിഹ്യവും നമുക്ക് മനസ്സിലാക്കാം. തിരുവണ്ണാമലൈ മഹാദീപം വളരെ പ്രശസ്തമാണ്. ഗിരിവലം എന്ന ചടങ്ങും ഇവിടെ പ്രശസ്തമാണ്. അരുണാചലേശ്വരുടെ സന്നിധിയിൽ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിനും ശരീരത്തിനും ലഭിക്കുന്ന ഊർജം പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അക ഇരുൾ നീക്കും അണ്ണാമലൈ ജ്യോതി എന്നാണ് പറയുക. ഇവിടുത്തെ പ്രധാന ദിവസം കാർത്തിക ദീപമാണ്. 10 ദിവസം ഇവിടെ വിശേഷമായി കൊണ്ടാടുന്നു. ഏപ്രിൽ മാസത്തിലെ ചിത്ര പൗർണമിയിൽ ഇവിടെ കൊണ്ടാടുന്ന ഗിരിവലം അതും ഇവിടുത്തെ വിശേഷ ദിവസമാണ്. തിരുവണ്ണാമലൈ കോവിലിൽ ദർശനത്തിന് മുമ്പായി അടുത്തുള്ള ഭൂതനാരായണ പെരുമാളിനെ ദർശിക്കണം. ഇതിന് സത്യനാരായണ ദർശനം എന്നാണ് പറയപ്പെടുന്നത്. ഗിരിവലം പോകുന്നതിന് പൗർണമി, മഹാശിവരാത്രി എന്നീ ദിനങ്ങളാണ് വിശേഷം. എല്ലാ പൗർണമിയിലും ഭക്തന്മാർ നഗ്നപാതരായി അരുണാചലമലയിൽ പ്രദക്ഷിണം നടത്തി അരുണാചലേശ്വരനെ ആരാധിക്കുന്നതിനെയാണ് ഗിരിവലം എന്ന് പറയുന്നത്. തിരുവണ്ണാമലൈ കോവിലിൽ അഷ്ടലിംഗങ്ങളുണ്ട്. അതിൽ ഓരോ ലിംഗത്തിനും ഓരോ ഐതിഹ്യവുമുണ്ട്. തിരുവണ്ണാമലയിൽ കുന്നിൻ മുകളിൽ കത്തിക്കുന്ന വലിയ വിളക്ക് നമുക്ക് ദൂരെ നിന്ന് പോലും ദർശിക്കാനാവും. കിലോമീറ്റർ അകലെ നിന്ന് പോലും നമുക്ക് ദർശിക്കാൻ സാധിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ശിവഭഗവാനെ അണ്ണാമലയാർ അല്ലെങ്കിൽ അരുണാചലേശ്വർ എന്ന പേരിൽ ആരാധിക്കുന്ന ഇവിടുത്തെ ശിവലിംഗം അഗ്നിലിംഗം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 10 ഹെക്ടർ വിസ്തീർണമുള്ള ഈ ക്ഷേത്ര സമുച്ചയം ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്ഷേത്ര സമുച്ചയങ്ങളിൽ ഒന്നാണ്. ഭാരതത്തിലെ പുണ്യക്ഷേത്രങ്ങളിൽ ഒന്നായ അരുണാചലേശ്വർ, തന്നെ സ്മരിക്കുന്ന ഭക്തനെ തൻ്റെ അരികിലെത്തിക്കുന്ന ഭഗവാൻ. ആ ഭഗവാന്റെ സന്നിധിയിൽ നിന്നും പകർന്നു കിട്ടിയ ഊർജം മനസ്സിനും ശരീരത്തിനും നൽകുന്ന ശക്തി ഒന്ന് വേറെ തന്നെയാണ്. നമ്മൾ മടങ്ങുകയാണ് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് അരുണാചലേശ്വരിൽ നിന്നും. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ. Pebbles Malayalam.